ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ചുറ്റുകുളങ്ങരയിൽ ഉത്സവം അവസാനിക്കുന്നത് മീനഭരണിയോടുകൂടിയാണ്. എങ്കിലും മീനഭരണിക്കല്ല ചുറ്റുകുളങ്ങരക്കാർ ഉത്സവം ആഘോഷിക്കുന്നത്. അതിന് തലയ്ക്ക് ദിവസം അശ്വതിക്കാണ്. കുംഭഭരണിക്ക് വലിയ തേരും കുതിരകളുമാണ് അമ്മയുടെ മുന്നിൽ സമർപ്പിക്കുന്നതെങ്കിൽ അശ്വതിക്ക് ചെറിയ കുതിരയും തേരുകളുമാണ് അമ്മയുടെ മുന്നിൽ സമർപ്പിക്കുന്നത്. പക്ഷേ കാലങ്ങൾ കഴിയും തോറും ചെറിയ കുതിരയും തേരുകളും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന വീടുകളിലെല്ലാം അവർ കുറേശ്ശെ അതിൻ്റെ പൊക്കം കൂട്ടാനും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അതിന് വേറൊന്നുമല്ല കാരണം, എൻ്റെ കുതിരയ്ക്ക് ഇച്ചിരൂടെ വലുപ്പം വേണം എന്നുള്ള ഒരു ഭക്തിയും അതിന് മുന്നോടിയായിട്ടുണ്ട്. വ്യക്തിപരമായി പറയുവാണെങ്കിൽ മീനഭരണിക്ക് കുട്ടികളുടെ കുഞ്ഞു കുതിരയും, അതായത് ചെറുവിരലിൻ്റെ അത്രയുള്ള കുഞ്ഞു കുതിരയും തേരുകളും ഒക്കെ കാണാനാണ് എനിക്കിഷ്ടം. ഞങ്ങളുടെ തൊട്ടടുത്ത വീട്ടിലെ ഒരു കുതിരയുണ്ടാക്കി അതിൻ്റെ പണിയെല്ലാം കഴിഞ്ഞിട്ട് ചുറ്റുകുളങ്ങര അമ്പലത്തിലോട്ട് കുതിരയെ കൊണ്ടുപോകാനുള്ള മുഹൂർത്തത്തിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നിങ്ങളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. കുഞ്ഞു കുട്ടികൾ എന്ന് പറയുമ്പോൾ അവർക്ക് അവരുടെ ആഗ്രഹത്തിനൊത്ത് ചെറുതാകാം വലുതാകാം, അവർക്ക് പറ്റുന്നത് പോലെ അവർ കുഞ്ഞു കുതിരകളും തേരുകളും പലതരത്തിലുള്ള രൂപങ്ങളും ഒക്കെ അവരുണ്ടാക്കും. അതൊരു പ്രത്യേക കഴിവ് തന്നെയാണ്, പറയാതിരിക്കാൻ വയ്യ. പക്ഷേ അതിൽ മുതിർന്നവരും പങ്കെടുക്കുന്നു. ആ മുതിർന്നവർ പങ്കെടുക്കുമ്പോഴാണ് ഇതിൻ്റെ കണക്കും കാര്യങ്ങളും അതിലോട്ട് വരുന്നത്. ഇപ്പോൾ നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്ന കുതിരയ്ക്ക് അതിൻ്റെ വലിയ കുതിരയുടെ എല്ലാ കണക്കുകളും കാര്യങ്ങളും നോക്കി ആ ഒരു രീതിയിൽ തന്നെ പണിതെടുത്ത ഒരു കുതിരയാണ് ഇപ്പോഴും ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിന് കുട്ടികളെ സഹായിക്കാൻ അറിയാവുന്നവരും മുതിർന്നവരും അവരുടെ രക്ഷകർത്താക്കളും അവരോടൊപ്പം കൂടാറുണ്ട്. കുട്ടികൾ മാത്രമല്ല, മുതിർന്നവരും അശ്വതിക്ക് കുതിരകൾ സമർപ്പിക്കാറുണ്ട് അമ്മയ്ക്ക്. കുതിരകളും തേരുകളും ഈ കുംഭഭരണിക്ക് നമ്മൾ കണ്ട പോലെ തന്നെ എല്ലാം ഹനുമാൻ, പാഞ്ചാലി, ഭീമൻ തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ഈ ചെറിയ രീതിയിൽ അവർ ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കും. അതവരുടെ ഭക്തിയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഒരു സന്തോഷം, ഈ ഓണാട്ടുകരയിലെ ആൺകുട്ടികളുടെ സന്തോഷം, ഏറ്റവും വലിയ സന്തോഷം ഇതൊക്കെ. കുംഭഭരണിയിലെ വലിയ കുതിരകളും തേരുകളും മാതൃകയാക്കി അതിന് ചെറിയ കുതിരകളും തേരുകളും അവർ ഉണ്ടാക്കിക്കൊണ്ടുവരുന്നു. പക്ഷേ അതിനൊത്ത് പൊക്കം പിടിക്കുന്നത് ഇപ്പോൾ ഒരു ശീലമായിക്കൊണ്ടിരിക്കുന്നു. എങ്കിലും പഴയ കുട്ടിത്തം തിരിച്ചു വന്നിരുന്നെങ്കിലെന്ന് ഞാനും ആഗ്രഹിച്ചു പോന്നു. അറിയാം.
പ്രിന്റ് കാണുമ്പോൾ പ്രിന്റിന്റെ ലെവൽ ഹലോ വരുന്നതേ ഉള്ളൂ. ദേ നോക്കൂ, എത്ര ഭംഗിയിലാണ് ഈ കുഞ്ഞു കുതിരകളും തേരുകളുമൊക്കെ അവർ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇത് കാണാൻ തന്നെ എന്തൊരു രസമാണ്. ഇത് കണ്ടില്ലേ? ഇതേ നോക്കൂ, കുഞ്ഞു കുഞ്ഞു കുതിരകൾ നിരത്തി വെച്ചിരിക്കുന്നത് കണ്ടോ? അതിനു പുറകിൽ കുട്ടികൾക്ക് വേണ്ടി റെസ്റ്റ് ചെയ്യുന്നവരെ കണ്ടോ? അവരും ഇവരോടൊപ്പം അവരുടെ ഭക്തി അമ്മയ്ക്ക് മുന്നിൽ സമർപ്പിക്കുവാണ്. നേരം പുലരുമ്പോഴേക്കും ചുറ്റുകുളങ്ങര അമ്മയെ ഈ കുതിരകളുടെയും തേരുകളുടെയും മുന്നിൽ എഴുന്നള്ളിക്കും. എന്നിട്ട് എല്ലാവരും കൂടി ചുറ്റുകുളങ്ങര അമ്മയുടെ സ്വന്തം അമ്മയുടെ അടുത്തേക്ക് കൊടുങ്ങല്ലൂരിലേക്ക് അമ്മയെ സങ്കടത്തോടെ യാത്രയാക്കും. പിന്നെ അടുത്ത കാർത്തിക ദിനത്തിൽ അമ്മയുടെ തിരിച്ചുവരവ് അമ്മയെ സർവാഭരണ വിഭൂഷിതയാക്കി അമ്മയുടെ ദർശനം നേരിൽ കണ്ട് ചെട്ടുകുളങ്ങരക്കാർ അത് ആഘോഷമാക്കി മാറ്റും.